वक्रतुंड महाकाय सूर्यकोटि समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वदा। गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुः साक्षात् परब्रह्म तस्मै श्री गुरवे नमः। ഓം ശ്രീ ഗുരുഭ്യോ നമ. SMACT KP അസ്ട്രോ സെൻറ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബ അംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വിഷയം ജൂൺ മാസത്തിലെ സമ്പൂർണ്ണ ഫലങ്ങളാണ്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ജ്യോതിഷ പഠനത്തിനും ജ്യോതിഷ സംബന്ധമായ എല്ലാവിധ ആവശ്യങ്ങൾക്കും SMACTയുമായി ബന്ധപ്പെടാവുന്നതാണ്. പിന്നെ ഓൺലൈൻ കൺസൾട്ടേഷനുണ്ട്. നേരത്തെ വിളിച്ച് ബുക്കിംഗ് ആവശ്യമാണ്. കൺസൾട്ടേഷൻ ഫീ ഉണ്ട്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ജൂൺ മാസം 1-ാം തീയതിയിലുള്ള ഗ്രഹനില ഒന്ന് പരിചയപ്പെടുത്താം. മേടൻ രാശിയിൽ ശുക്രനും, ഇടവത്തിൽ സൂര്യനും ബുധനും, മിഥുനരാശിയിൽ വ്യാഴവും, കർക്കിടകത്തിൽ കുജനും ചന്ദ്രനും, ചിങ്ങത്തിൽ കേതുവും, കുംഭത്തിൽ സർപ്പിയും, മീനത്തിൽ ശനിയുമാണ് 1-ാം തീയതിയിലുള്ള ഗ്രഹനില. മാസമധ്യത്തോടുകൂടി സൂര്യനും ബുധനും കുജനും തൊട്ടടുത്ത രാശികളിലേക്ക് രാശിമാറ്റം സംഭവിക്കും. അതേപോലെ ചന്ദ്രൻ 2.25 ദിവസത്തിലൊരിക്കൽ അടുത്തടുത്ത രാശികളിലേക്കായി മാറിക്കൊണ്ടിരിക്കും. ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ ഒരു രാശിയിലുള്ള 2.25 നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്ന വിശദീകരിച്ച ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. കുംഭം രാശിയിലുള്ള അവിട്ടം 2-3 പാദം, ചതയം, പൂരോരുട്ടാതിയുടെ 1-2-3 പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും, കുംഭലഗ്നത്തിൽ ജനിച്ചവർക്കും, പിന്നെ കുജൻ്റെ ദശ, രാഹുവിൻ്റെ ദശ, വ്യാഴത്തിൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം രാശിനാഥനും ലഗ്നാധിപനുമായ ശനിയുടെ ദ്വിതീയ ഭാവസ്ഥിതി കൊണ്ട് ധനപരമായ കാര്യങ്ങളിൽ ഉയർച്ച ഉണ്ടാകും. പണം വളരെ ആലോചിച്ച് ആവശ്യത്തിന് മാത്രം ചെലവഴിക്കും. മനസ്സറിഞ്ഞ് പണം ചെലവഴിക്കാൻ മടി കാണിക്കും. പണം സമ്പാദിക്കണമെന്ന ചിന്തയാണ് കൂടുതലായിട്ടുണ്ടാവുക. എന്നാൽ അത് അനുഭവിക്കാൻ കൂട്ടാക്കുകയില്ല. സംസാരിക്കുന്ന കാര്യങ്ങൾ വളരെ അർത്ഥമുള്ളതായിരിക്കും. മനസ്സിന് വല്ലാത്ത സന്തോഷമൊക്കെ ഉണ്ടാകും. എല്ലാവരോടും വളരെയധികം സ്നേഹമൊക്കെ പ്രകടിപ്പിക്കും. സമൂഹത്തിലുള്ള എല്ലാവരെയും ബഹുമാനിക്കും. ആത്മീയപരമായ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം വർദ്ധിക്കും. ധ്യാനം, മന്ത്രജപം എന്നിവയിലൊക്കെ മുടങ്ങാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കും. ഈ കാര്യങ്ങളൊന്നും ചെയ്യാത്തവരാണെങ്കിൽ കൂടെ ഈ സമയത്ത് ഇവയിലുള്ള താല്പര്യമൊക്കെ വർദ്ധിക്കും. കലാസാഹിത്യങ്ങളിൽ താല്പര്യമുണ്ടാകും. ജ്യോതിഷം, നടനം, സംഗീതം എന്നിവയിലൊക്കെ പഠിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ വന്നു ചേരും. മറ്റുള്ളവർക്ക് നല്ല നല്ല ഉപദേശങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കും. ഇവരുടെ ധനദായ സ്വഭാവ ഗുണത്തെ എല്ലാവരും ഇഷ്ടപ്പെടും. ഉച്ചാരണ ശുദ്ധിയോടുകൂടി സംസാരിക്കും. മറ്റുള്ളവർക്ക് വിഷമമുണ്ടാക്കുന്ന പ്രവൃത്തികളിൽ ഇടപെടുകയില്ല. ഒരു പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ അത് തനിക്ക് മാത്രമല്ലാതെ മറ്റുള്ളവർക്കും കൂടി ഉപകാരപ്രദമാവുന്ന വിധത്തിലൊക്കെ ചെയ്യും. പണത്തിനേക്കാൾ സ്നേഹത്തിന് മുഖ്യത്വം കൊടുക്കുന്ന ഒരു മാസം തന്നെയാണ്. ഇവരുടെ ചിന്തയും പ്രവൃത്തിയും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും. മറ്റുള്ളവർ തന്നെ അതിശയത്തോടു കൂടിയൊക്കെ നോക്കണമെന്നൊരു വിചാരം ഇവർക്ക് എപ്പോഴും ഉണ്ടാകും. പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ഏതൊരു കാര്യം ചെയ്താലും വിജയിക്കും. അതിനെ അപ്പോൾ തന്നെ സമൂഹത്തിൽ വെളിപ്പെടുത്തുകയും ചെയ്യും. ഇവർക്ക് രഹസ്യം സൂക്ഷിക്കാൻ പ്രയാസമാണ്. അന്യഭാഷ, അന്യമതം, അന്യരുടെ ആചാരങ്ങൾ എന്നിവയിലൊക്കെ താല്പര്യം ഉണ്ടാകും. ആത്മവിശ്വാസം വർദ്ധിക്കും. ഒരു കാര്യം ചെയ്യണമെന്ന് തീരുമാനിച്ചാൽ ആ കാര്യം ചെയ്തു കഴിഞ്ഞേ അവർ വിശ്രമിക്കുകയുള്ളൂ. ഇവരെ പറ്റിയുള്ള നല്ല വിഷയങ്ങൾ സമൂഹ മധ്യത്തിൽ സംസാരിക്കും. അടിക്കടി ചെറിയ ദൂര യാത്രകളൊക്കെ വേണ്ടതായിട്ട് വരും. വളരെ സുഖസൗകര്യത്തോടു കൂടി മാത്രമേ യാത്രകൾ ചെയ്യുകയുള്ളൂ. കാലദേശ വർത്തമാനത്തിനനുസരിച്ച് എല്ലാവരോടും പഴകുന്ന ഗുണം ഇവർക്ക് ഉണ്ടാകും. കൗമാരപ്രായക്കാർക്ക് പ്രണയബന്ധങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും.
എപ്പോഴും സംയോജിത ബുദ്ധി ഉപയോഗിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നത് ഗുണം ചെയ്യും. ഭൂമി സംബന്ധമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും. എപ്പോഴും കുടുംബത്തെ പറ്റിയുള്ള ചിന്തയും സമ്പാദിക്കണമെന്നുള്ളൊരു ചിന്തയും ഒക്കെയാണ് കൂടുതലുണ്ടാവുക. മുതിർന്നവരെയൊക്കെ ബഹുമാനിക്കും. വാക്കുകൾക്ക് അംഗീകാരവും പ്രശസ്തിയുമൊക്കെ ഉണ്ടാകും. സ്വന്തമായ പരിശ്രമങ്ങളിൽ ചെയ്യുന്ന പ്രവർത്തികളിൽ വിജയമുണ്ടാകും. മനസ്സിൽ നല്ല നല്ല ആശയങ്ങളൊക്കെ ഉണ്ടാകും. സഹോദരങ്ങളുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടാകും. ഈ രാശി ലഗ്നത്തിലുള്ള വീട് കെട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക് ചില തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള യോഗം കാണുന്നുണ്ട്. മാതാവിൻ്റെ സ്നേഹവും സുഖവും ഒക്കെ അനുഭവിക്കാൻ കഴിയും. മാതാവിന് വേണ്ടിയുള്ള ചിലവുകൾക്കുള്ള ഒരു യോഗവും കൂടി കാണുന്നു. മാതൃകുടുംബത്തിലുള്ളവരുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടാകും. വാഹനത്തിനായിട്ടുള്ള ചിലവുകളും കാണുന്നു. സന്താനങ്ങളെ കൊണ്ടുള്ള സ്നേഹവും സുഖവും ഒക്കെ അനുഭവിക്കാൻ കഴിയും. എങ്കിലും സന്താനങ്ങൾക്കായിട്ടുള്ള ചിലവുകളും കാണുന്നുണ്ട്. ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്ന സന്താനങ്ങളുള്ളവർക്ക് ഗവൺമെൻറ് ജോലി കിട്ടാനുള്ള സാധ്യതകളേറെ കാണുന്നു. ആരോഗ്യനില തൃപ്തികരമായിട്ടാണ് കാണുന്നത്. കടം കൊടുക്കൽ വാങ്ങലിൽ ശ്രദ്ധിക്കുക. വരവിനേക്കാൾ കൂടുതൽ ചിലവുള്ള ഒരു മാസമായിട്ടാണ് കാണുന്നത്. കോടതി വഴക്ക് പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് അവയിൽ വിജയമുണ്ടാകും. ഈ രാശി ലഗ്നത്തിലുള്ള വിവാഹപ്രായക്കാർക്ക് വിവാഹത്തിന് സമയം അനുകൂലം തന്നെയാണ്. ദമ്പതികൾ തമ്മിലുള്ള ഐക്യത കുറയും. പുതിയതായി ജോലി അന്വേഷിക്കുന്നവർക്ക് ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാകും. ജോലി മാറാനൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തൽക്കാലം അതിന് ശ്രമിക്കാതിരിക്കുന്നതാണ് നല്ലത്. പിതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരമായി കാണുന്നില്ല. പിതൃകുടുംബത്തിലുള്ളവരുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടാകും. ഉറ്റമിത്രങ്ങളൊക്കെ സഹായിക്കും. മരുമക്കളുടെ സ്നേഹവും സന്തോഷവും ഒക്കെ അനുഭവിക്കാൻ കഴിയും. സംഘങ്ങൾ, ട്രസ്റ്റ് എന്നിവയിലൊക്കെ സജീവമായി പ്രവർത്തിക്കും. പൊതുവെ ഈ മാസം ഈ രാശി ലഗ്നക്കാർക്ക് ധനപരമായ കാര്യങ്ങൾ മധ്യമമായിട്ടാണ് അനുഭവിക്കാൻ കഴിയുക. എന്നാൽ ആരോഗ്യനില ഉത്തമമായിട്ട് കാണുന്നു. ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ഫലങ്ങൾ മാത്രമാണ്. അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശ അപഹാരങ്ങൾക്കനുസരിച്ച് ഫലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.